ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് എങ്ങനെ തിരികെ കൊണ്ടുവരാനായിട്ട് സാധിക്കും? പറ്റൂ? How can I bring back the glory of God back into the church and into my life? എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ സഭയിൽ, എൻ്റെ ഭവനത്തിലേക്ക് ദൈവത്തിൻ്റെ മഹത്വം എനിക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും? അത് സാധിക്കണമെങ്കിൽ ഇത് പോയി എന്നൊരു ബോധം വേണം ആദ്യം, ഇല്ലേ? ദൈവത്തിൻ്റെ മഹത്വം സഭയ്ക്ക് നഷ്ടപ്പെട്ടു എന്നൊരു ബോധ്യമുള്ളവർക്ക് മാത്രമേ, വ്യക്തികൾക്ക് മാത്രമേ അത് തിരികെ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഉണ്ടാവത്തില്ല. അതിന് പെട്ടെന്ന് ഞാൻ ഉദാഹരണം പറയാം. പ്രവാചക ശിഷ്യന്മാരെല്ലാവരും കൂടെ ഒരു ദിവസം എന്ത് ചെയ്യാൻ പോയി എന്നറിയാമോ? പ്രവാചകൻ്റെ അനുവാദത്തോടു കൂടെ തന്നെ മരം വെട്ടി വീട് പണിയാനായിട്ട് പോയി. അങ്ങനെ മരം വെട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരുത്തൻ്റെ എന്ത് ചെയ്തു? കോടാലി നഷ്ടപ്പെട്ടു പോയി. നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? തൃശ്ശൂർക്കാരാണെങ്കിൽ ഞാൻ പറഞ്ഞ മിണ്ടാതെ എന്ത് ചെയ്യും? ഇങ്ങ് പോരും. പോയതും ആരെയും അറിയിക്കത്തില്ല. കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ ചൂളമൊക്കെ കുത്തിയിട്ട് എത്ര എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ നമ്മളിങ്ങനെ ഇങ്ങ് പോരും. തിരികെ പ്രാപിക്കണമെന്നുമില്ല, ഒന്നും നമുക്കില്ല. അപ്പം ന്യായമായിട്ടൊരു ചോദ്യം എൻ്റെ ഇന്നത്തെ പ്രസംഗത്തിൻ്റെ ആരംഭ ഭാഗം, ഹൗ ഡു ഐ നോ ദാറ്റ് ഐ ലോസ്റ്റ് ദ ഗ്ലോറി ഓഫ് ഗാഡ്? ദൈവത്തിൻ്റെ മഹത്വം സഭയ്ക്ക് നഷ്ടമായി എന്ന് എനിക്ക് എങ്ങനെ അറിയാം? ശാലും ബ്രദറിന് കോവിഡ് പിടിച്ചായിരുന്നല്ലേ? എങ്ങനെ അറിഞ്ഞേ? പിടിച്ചു എന്ന് എന്തുവായിരുന്നു? പുറം വേദന, മണം പോയതൊന്നുമില്ലല്ലോ. പനി. ഈ ആദ്യം കോവിഡ് എന്നുള്ള ലക്ഷണമൊന്നും അല്ലായിരുന്നു ആ മൂന്നാം തരംഗത്തിൽ ഷൈലിന് വന്നത്. എനിക്കും വന്നതല്ല, എനിക്ക് വേറെ ഒന്നുമില്ലായിരുന്നു. എനിക്കൊരു ദിവസം ആദ്യത്തെ ആരാധന കഴിഞ്ഞപ്പോഴത്തേന് പതിവില്ലാത്തൊരു ശരീരവേദന. ആദ്യത്തെ ആരാധനയെ ഞാൻ സംബന്ധിച്ചതാ. ഭയങ്കര ബോഡി പെയിൻ, എനിക്ക് ഇരിക്കാൻ പോലും കഴിയാത്ത. ഞാൻ നേരെ അങ്ങോട്ട് വീട്ടിൽ പോയി. അന്നൊന്നും ടെസ്റ്റ് ചെയ്തില്ല. പിറ്റേന്നായപ്പം തോന്നി, ഇനി ഇത് 4 പേർക്ക് കൊടുക്കാൻ കൊള്ളാമെന്നൊരു സാധനമല്ലല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യാം? എൻ്റെ അരിമ മകൻ്റെ നിർബന്ധപ്രകാരം ഒരു കോവിഡ് ടെസ്റ്റ് സാധനം വീട്ടിൽ മേടിച്ചുകൊണ്ട് വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഓ, യു ആർ ബ്ലസ്ഡ് ടു ഹാവ് കോവിഡ് എന്ന് പറഞ്ഞു എന്നോട്. പിന്നെ 21 ദേഹം ആയതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്കും കിട്ടിയത്. പിന്നെ അത് പിന്നെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല, കാരണം നമുക്ക് വിവരം മനസ്സിലായി. ആദ്യത്തെ ടെസ്റ്റ് ചെയ്യുന്ന തന്നെ കാര്യം മനസ്സിലായതായിരുന്നു സംഭവം. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം, എനിക്ക് കോവിഡ് കിട്ടിയപ്പോൾ എങ്ങനെ മനസ്സിലായേ? ഒന്നാം തരംഗത്തിലുണ്ടായ ലക്ഷണമൊന്നും അല്ലായിരുന്നു, രണ്ടാം തരംഗത്തിലെ ലക്ഷണമല്ലായിരുന്നു. ഈ ഒരു ലക്ഷണം വേറെ ആരും പറയുന്നത് ഞാൻ കേട്ടില്ല. ദൈവത്തിൻ്റെ മഹത്വം സഭയിൽ നിന്ന്, സഭ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലെ സഭയിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് എങ്ങനെ അറിയാം? നഷ്ടപ്പെട്ടോ? അതുപോലും അറിയത്തില്ല. കർത്താവ് കൂടില്ലായിരുന്നെന്ന് അമ്മയപ്പന്മാർ പോലും 3 ദിവസത്തേക്ക് അറിഞ്ഞില്ലല്ലോ. ബാക്കി ആരറിഞ്ഞില്ലേലും എനിക്ക് വിവരം മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ മോനെ കാണാനില്ലെന്നുള്ളത് അമ്മ അറിയാതെ പോയെങ്കിൽ ആ അമ്മയ്ക്കൊരു അവാർഡ് കൊടുത്തെങ്കിൽ തന്നെ പറ്റത്തുള്ളൂ. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായി പോയത് നമ്മൾ അറിഞ്ഞോ? സഭയ്ക്ക് നഷ്ടമായി പോയത്. വെളിപ്പാട് പുസ്തകത്തിലെ 7-ാമത്തെ സഭ എന്ന് പറയുന്ന ഒരു സഭയുണ്ട്. ക്രിസ്തു സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത് അവര് അറിഞ്ഞില്ല. എന്നിട്ട് വന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നത് അവരെന്ത് ചെയ്യുന്നില്ല? കേൾക്കുന്നില്ല. പക്ഷെ സഭ അപ്പോഴും ഉണ്ട്. അവിടെ 7 സഭകളുടെ കൂട്ടത്തിൽ അവരുടെയും പേര് പറഞ്ഞിട്ടുണ്ട്. How do we know that the church lost the glory of God? ദൈവത്തിൻ്റെ മഹത്വം സഭയ്ക്ക് നഷ്ടമായി എന്നുള്ളത്. സഭ എന്ന് ഞാനൊരു ബഹുവചന പദമായിട്ട് ഉപയോഗിക്കുകയാണ്. അവിടെ നിങ്ങളെ, എനിക്ക് നഷ്ടമായിട്ട് ഇൻഡിവിജ്വലായിട്ടും കൂടെ നിങ്ങൾ എടുത്തോണം, വ്യക്തിപരമായിട്ടും കൂടെ നിങ്ങൾ എടുത്തോണം. ദൈവത്തിൻ്റെ മഹത്വം സഭയ്ക്ക് നഷ്ടമായെന്ന് നമുക്ക് എങ്ങനെ അറിയാം? സഭയ്ക്ക് ദൈവം കൊടുത്ത
ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് ടു ലിവ് ആൻഡ് ക്യാരി ദ ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ മഹത്വത്തിൽ ജീവിക്കുക, മഹത്വം ഏറ്റെടുത്ത് നടക്കുക എന്നുള്ളതാണ് ദൈവം സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ മഹത്വം. ദൈവം സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ പ്രിവിലേജ്, ഏറ്റവും വലിയ മഹത്വം എന്താണെന്നറിയാമോ? ടു ലിവ് ഇൻ ദ ഗ്ലോറി ഓഫ് ഗാഡ് ആൻഡ് ക്യാരി ദ ഗ്ലോറി ഓഫ് ഗാഡ് വെയർഎവർ ദ ചർച്ച് ഗോ. സഭ എവിടെ പോകുന്നോ അവിടൊക്കെ ദൈവത്തിൻ്റെ മഹത്വത്തോടുകൂടെ പോകണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. ബട്ട് നൗ ഇപ്പോഴ് സഭയ്ക്ക് അത് നഷ്ടപ്പെട്ടിരിക്കുക. ഹൗ ഡു വി നോ ദാറ്റ്? നഷ്ടപ്പെട്ടോ എന്ന് എങ്ങനെ അറിയാം? ഞാൻ വേദപുസ്തകം തന്നെ ചില ഒരു 13 ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, എവിടെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടിട്ടുണ്ടോ, ദ ഗ്ലോറി ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ദ പ്രസൻസ് ഓഫ് ഗോഡ് ആണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാകട്ടോ. എവിടൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെ എല്ലാം നിങ്ങൾക്ക് കാണാവുന്ന ഒരു കാര്യം എന്നാണെന്നറിയാമോ? ഫിയർ ഓഫ് ഗോഡ്, ദൈവഭയം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടായിരുന്നു? ദൈവഭയം. എവിടൊക്കെ ദൈവം തൻ്റെ മഹത്വത്തോടെ ഇറങ്ങി വന്നിട്ടുണ്ടോ, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെ എല്ലാം ജനത്തിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ടായിരുന്നു? ഒരു ദൈവഭയം ഉണ്ടായിരുന്നു. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, 18-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, 19-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, യോശുവ 5:14, ന്യായാധിപന്മാർ 6:27. ഇത്രയും കാര്യങ്ങൾ വാക്യം എഴുതിയെടുക്കേണ്ടവർക്ക് വേണ്ടി ഞാനത് പറഞ്ഞതാ. പെട്ടെന്ന് നമുക്ക് വായിക്കാം. ഉൽപ്പത്തി 17:3. അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണു. എപ്പോഴാ? ദൈവപ്രത്യക്ഷത അബ്രഹാമിന് ഉണ്ടായപ്പോഴ് he fell down. ദൈവഭയത്തോടെ. അതിനെയാണ് റെവറൻസ് എന്ന് പറഞ്ഞ. പേടിച്ച് വീണതല്ല, ബഹുമാനം കൊണ്ട്. ദൈവപ്രത്യക്ഷത അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ തേജസ് എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം നമുക്ക് കാണാൻ there was a fear of God. ദൈവത്തെക്കുറിച്ചുള്ളൊരു ഭയം ജനത്തിൻ്റെ ഇടയിലുണ്ടായിരുന്നു. ഇന്ന് ഒരു പേടിയില്ല. ഇന്ന് മനുഷ്യന് നഷ്ടപ്പെട്ട ഒന്ന് എന്തുവാണെന്നറിയാമോ? ദൈവഭയമാണ്. ദൈവഭയം എന്നുള്ളത് എവിടെയില്ല, സഭയ്ക്കകത്തും ഇല്ല. അകത്തിരുന്ന് എന്തെല്ലാം വിക്രിയകളാണ് ഓരോരുത്തർ കാണിക്കുന്നത് ഇല്ലേ? ആധുനിക സാങ്കേതിക വിദ്യയുടെ വെളിച്ചത്തിൽ ചിലപ്പോൾ ചിലർ പ്രസംഗം കേൾക്കുമ്പോൾ ചിരിക്കുന്ന കാണാം. ഞാൻ വിചാരിച്ചു നമ്മുടെ പ്രസംഗം അത്രയും സന്തോഷം. അതൊന്നും അല്ലല്ലോ, മെസ്സേജ് വന്ന് വായിച്ചിട്ട് ചിരിച്ചതാകാൻ. ആരെന്ന് ആരാണ്ടൊരു ഇത് അയച്ചു കൊടുത്തു, അന്നേരം അത് വായിച്ചിരിക്കുക. നമ്മുടെ ധാരണ എന്തുവാ? വചനം കേട്ട് വചനത്തിൽ രസിക്കുക എന്നാ. എന്തെല്ലാം ഇവിടെ കാണുന്നേ? എന്തുവാ സംഭവിച്ചത്? ദൈവഭയം മനുഷ്യനിൽ നിന്ന് ഇല്ലാതായിപ്പോയി. ഫസ്റ്റ് മാർക്ക്. ദൈവത്തിൻ്റെ തേജസ്സും ദൈവത്തിൻ്റെ സാന്നിധ്യവും സഭയിൽ നിന്ന് വിട്ടുപോയി എന്നുള്ളതിൻ്റെ ആദ്യത്തെ അടയാളം ദൈവഭയം. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, നമുക്ക് ദൈവസന്നിധി വരുമ്പോൾ ഒരു പേടിയുണ്ടോ? നമുക്ക് പെന്തിക്കോസ്തുകാർക്ക് ഒട്ടുമില്ല. കാരണം ദൈവം നമ്മുടെ പോക്കറ്റിലാണെന്നാണ് നമ്മുടെ ധാരണ അല്ലേ? പുള്ളി നമ്മുടെ അളിയനാന്നുള്ള ധാരണയല്ല. ദൈവത്തെക്കുറിച്ച് ഒരു പേടിയില്ലാത്ത ഒറ്റ ഗ്രൂപ്പ് ആരാന്നറിയാമോ? നമ്മളാ. അതുകൊണ്ടാണ് നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇതുപോലൊരു ജാതി ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം. എന്തോ ചെയ്താലും നമുക്ക് ദൈവസന്നിധി വരാനോ തിരുവത്താഴം എടുക്കാനോ ഒരു പേടിയില്ല. കർത്താവിൻ്റെ മേശ ഭയത്തോടാണോ നമ്മൾ എടുക്കാറ്? അവൻ്റെ ശരീരത്തിൽ നിന്നാണ് ഭക്ഷിക്കുന്നതെന്ന്, അവൻ്റെ രക്തമാണ് നമ്മൾ കുടിക്കുന്നതെന്ന് അത് എടുക്കാൻ നേരത്തൊന്നെന്ന് ഒരന്ന് അറച്ച് പുറകെ നിൽക്കാറുണ്ടോ? എൻ്റെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു ഭാരം വന്നു കഴിഞ്ഞാൽ ഞാൻ തിരുവത്താഴ ചൂട് നടത്തിയിട്ടില്ല. ഇവിടെ നടത്തിയിട്ടില്ല. എടുത്തിട്ടുണ്ട്, നടത്തിയിട്ടില്ല.
കാരണം നടത്താൻ എൻ്റെ മനസ്സിനകത്ത് ചെറിയൊരു ഭാരം ഉണ്ടായിരുന്നത് കൊണ്ട്. ഞാൻ ഇന്നും അങ്ങനെ തന്നെ. അതുകൊണ്ട് അങ്ങനെ നടത്താത്തപ്പോഴെല്ലാം സാറിന് ഭാരമാണെന്നൊന്നും നിങ്ങൾ വ്യാഖ്യാനിക്കരുത് കേട്ടോ. ഇവർക്ക് അവസരം കൊടുക്കാനും കൂടെ വേണ്ടി ചിലപ്പോൾ ഞാൻ മാറി നിൽക്കാറുണ്ട്. അതുകൊണ്ട് എന്നെ അളക്കാനുള്ളൊരു അളവ് പോലായിട്ടൊന്നും ആരും എടുക്കേണ്ടത്. പക്ഷെ എനിക്കിന്നും പേടിയാണ്, എനിക്കിന്നും ഭയമാണ്. കാരണം നിങ്ങൾ നുറുക്കുന്ന അപ്പം കർത്താവിൻ്റെ ശരീരമാണ്. ഒരു ദൈവഭയത്തോടെ നമുക്ക് ആരാധനയ്ക്ക് കടന്നു വരാനും ദൈവസന്നിധി കടന്നു വരാൻ ഒരു ദൈവഭയമുണ്ടോ? ദൈവത്തിൻ്റെ സാന്നിധ്യം സഭയിൽ നിന്ന് വിട്ടുപോയി എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവ് എന്നാണെന്നറിയാമോ? ദൈവഭയം ഇല്ലാതായിപ്പോയി. നമ്മളിൽ നിന്നും അത് വിട്ടുപോയി. നമുക്ക് ദൈവത്തെ എന്തില്ല, ഭയമില്ലാത്തൊരവസ്ഥയായിപ്പോയി. എന്തും പറഞ്ഞും എന്തും ചെയ്തും എന്തും കാണിച്ചും നമുക്ക് ആരാധനയ്ക്ക് വരുന്നതിനോ തിരുവത്താഴം എടുക്കുന്നതിനോ ദൈവം സാധിച്ചു. ഇവിടെ അതില്ല എങ്കിലും ഞാൻ പറയാൻ തന്നെ അത് ഇറക്കിയ പലയിടത്തും ആരാധന കഴിഞ്ഞേച്ച് നടക്കുന്ന പലതും കണ്ടാൽ ദൈവബോധം ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. എൻ്റെ കാര്യം എന്നാ? ദൈവ സാന്നിധ്യം സഭയിൽ നിന്ന് എന്നേ പടിയിറങ്ങിപ്പോയി. രണ്ടാമത്തെ അടയാളം, there is no voice of God. ദൈവ ശബ്ദം ഇപ്പം സഭയ്ക്കകത്ത് ഇല്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, അനന്യാസ് സഫീറ എന്ന് പറയുന്ന രണ്ടുപേര് വസ്തുവൊക്കെ വിറ്റേച്ച് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചേച്ച് ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, ഇത്രയ്ക്കാണോ ഇത് ചെയ്തേ? ദൈവസഭയ്ക്കകത്ത് ഇപ്പം നഷ്ടമായത് എന്തുവാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ശബ്ദമില്ല. പ്രസംഗമുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ദൈവസഭയിൽ നിന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് എത്ര നാളായി? അനേക സഭകളിലില്ല. അതിന് പകരം എന്തുവാ ഉള്ളേ? ഫിലോസോഫിക്കൽ വേർഡ്സ്, തത്വജ്ഞാനപരമായ അവർ പഠിച്ചത്, അവരെവിടുന്നൊക്കെയോ വായിച്ചത്. വായിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ, അവരുടെ ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളിലൂടെ അവര് മെനഞ്ഞെടുത്തത്. There is no voice of God in the church. ദൈവസാന്നിധ്യം വിട്ടുപോയി എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ തെളിവ്, ദൈവ ശബ്ദം ഇന്ന് സഭയ്ക്കകത്ത് ഇല്ല. എപ്പോഴാണ് നിങ്ങൾ അവസാനമായി സഭയിൽ കേട്ട ദൈവത്തിൻ്റെ ശബ്ദം? പ്രസംഗം ദൈവശബ്ദമല്ല കേട്ടോ. ഞാൻ ആരും പേരൊന്നും പറയുന്നില്ല, എങ്കിലും അവരെയൊക്കെ വിളിച്ചാൽ ഒരു സുന്ദരമായിട്ട് ക്രിസ്തീയ വിശ്വാസവുമായിട്ട് ഒരു പുലബന്ധവും ഇല്ലാത്തൊരു മനുഷ്യനുണ്ട്. ഞാൻ പേര് അത് വേറെ ഒരു രീതിയിലും തെറ്റിദ്ധരിക്കത്തില്ലെന്ന് വിചാരിക്കുന്നു. പഠിച്ച് പ്രസംഗിക്കുന്ന മിടുക്കന്മാരുണ്ട്. ഇന്ന് യേശു ദൈവപുത്രനെന്ന് പ്രസംഗിക്കാൻ പറഞ്ഞാൽ പഠിച്ചവർ തെളിയിക്കും. നാളെ യേശു വേശ്യാപുത്രനാണെന്ന് തെളിയിക്കണമെങ്കിൽ അതും അവരെന്ത് ചെയ്തോളും? തെളിയിച്ചോളും. പ്രസംഗിച്ചവനാൽ അതല്ല. വാസ് ഇറ്റ് ദ വോയിസ് ഓഫ് ഗോഡ്? അത് ദൈവത്തിൻ്റെ ശബ്ദമായിരുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറഞ്ഞ വാക്കുകൾ ഞാൻ കടമെടുത്തോട്ടെ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്നതെന്നാൽ. ഇതിന്ന് നിങ്ങളോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ദൈവം എനിക്ക് തന്ന ദൂതാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ? ഇത് അനേക ആരാധനാലയങ്ങളിൽ ചെല്ല്, there is no voice of God. ദൈവത്തിൻ്റെ ശബ്ദം അവിടെ എന്തില്ല? പ്രസംഗമുണ്ട്. കാരണം MTH PhD ഒക്കെ ഉണ്ടെങ്കിൽ നല്ല പ്രസംഗം ഉണ്ടാക്കാൻ അവർക്കറിയാം. അത്യാവശ്യം എബ്രായ ഭാഷയും ഗ്രീക്ക് ഭാഷയൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ, ഒരു കൺകോർഡൻസും ലെക്സിക്കൻസും ഒക്കെ ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ സുന്ദരമായിട്ടൊരു 35-40 മിനിറ്റ് നേരത്തെ പ്രസംഗം ഉണ്ടാക്കാൻ കഴിയാം, അടുക്കും ചിട്ടയൊക്കെ ചേർത്ത്. പക്ഷെ ദൈവശബ്ദം കേട്ടോ? When is the last time you heard the voice of God? ദൈവത്തിൻ്റെ ശബ്ദം കേട്ട അവസാനം എന്നായിരുന്നു? ദൈവം നിന്നോട് സംസാരിച്ചത് എന്നായിരുന്നു? ഒന്ന്, സഭയ്ക്കകത്ത് നിന്ന് ദൈവഭയം പോയി.
നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്നും എന്തും ചെയ്യാൻ നമുക്കൊരു മടിയില്ലല്ലോ. 2, ദൈവശബ്ദം സഭയ്ക്കകത്ത് നിന്ന് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. കാര്യം എന്നാ? ദൈവത്തിൻ്റെ സാന്നിധ്യം സഭയ്ക്കകത്ത് ഇല്ല. 3, the power of God has been vanished. ദൈവശക്തി ഇന്ന് സഭയ്ക്കകത്തില്ല. പിന്നെന്തുള്ളേ? ഒരു ഷോ മാത്രം. നിങ്ങൾക്കറിയാമോ, നമ്മുടെ സഭ ആ അവസ്ഥയിലോട്ട് വരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആരാധന സമയത്ത് ഇങ്ങനെ പുകയൊക്കെ വരുന്ന കണ്ടില്ലേ? ആർട്ടിഫിഷ്യൽ സ്മോക്കൊക്കെ, ഡ്രൈ സ്നോ ഉപയോഗിച്ച് എന്തോ തേജസ് ഇറങ്ങുന്ന പോലെയൊക്കെ വരുത്താൻ. എൻ്റെ കാലം കഴിഞ്ഞാലും അത് വരല്ലേ എന്ന് ഞാൻ ആഗ്രഹിക്കുക. ദൈവശക്തി ഇപ്പോൾ എന്തില്ല? സഭയ്ക്കകത്ത് ഇല്ല. ആരാധനയൊക്കെ എന്തായിട്ട് മാറി? ഒരു ഷോ ആയിട്ട് മാറി. ദ ബെസ്റ്റ് ഡ്രമ്മിസ്റ്റ്, ദ ബെസ്റ്റ് ഓർഗനിസ്റ്റ്. എന്തിനാ ദ ബെസ്റ്റ് ഷോ നമുക്കിവിടെ കാണിക്കാനായിട്ട്? There is no healing. മുറിവേറ്റ് വന്നവൻ, ശോ എൻ്റെ സമയം പോയല്ലോ, അവൻ ആകെ ഹൃദയത്തിനകത്ത് വേദനിച്ച് മുറിവേറ്റ അകത്ത് കയറി വന്നേ. ഇല്ലാത്ത കാശ് കടം വാങ്ങിച്ചാ വന്നേ. അവൻ അധികം മുറിവേൽക്കപ്പെട്ടവനായിട്ട് മടങ്ങിപ്പോകുക. There is no healing. ദൈവശക്തി ഇല്ലാത്തതുകൊണ്ട് എന്ത് നടക്കുന്നില്ല? രോഗസൗഖ്യം നടക്കുന്നില്ല. ദൈവപ്രവർത്തനം സഭയ്ക്കകത്തില്ലാതെ പോയി. എപ്പോഴാ ഒരു അത്ഭുതം നടന്നേ സഭയ്ക്കകത്ത്? എന്നാ അവസാനം ഒരു അത്ഭുതം കണ്ടത്? എപ്പോഴാ ഒരു പാപി മാനസാന്തരപ്പെട്ട്? എപ്പോഴാണ് ജീവിതത്തിനൊരു പരിവർത്തനം ഉണ്ടായത്? സംഭവിച്ച പരാജയം എന്നാണെന്നറിയാമോ? ദൈവ സാന്നിധ്യമില്ല. ഞാനൊരു കാര്യം പറയാം, ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ there is healing. സൗഖ്യം നടന്നിരിക്കും, വിടുതൽ നടന്നിരിക്കും. യേശു അവനെ കണ്ടിരിക്കും, യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തി അവൻ അറിഞ്ഞിരിക്കും. ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ എത്ര മാറാത്ത കേസ് കിട്ടും അവിടെ വിടുതൽ പ്രാപിച്ചിരിക്കും. ദൈവം അവനെ തൊട്ട് സംസാരിച്ചിരിക്കും. ദൈവം അവനെ പേർചൊല്ലി വിളിച്ചവനോട് ഇടപെട്ടിരിക്കും. ദൈവ സാന്നിധ്യമില്ലാത്തത് കൊണ്ട് മുറിവേറ്റ് വരുന്ന മനുഷ്യൻ മുറിവേറ്റവനായി, അധികം മുറിവേറ്റവനായി കടന്നു പോവുക. There is no power of God. ദൈവശക്തിയില്ല സഭയ്ക്കകത്ത്. 4, there is no transformation in the lives of people. ജീവിതങ്ങൾക്ക് ഒരു രൂപാന്തരവും സംഭവിക്കുന്നില്ല. എത്ര കൊല്ലം കൊണ്ട് എത്ര നല്ല പ്രസംഗങ്ങൾ കൂടെ കേട്ടു. അതെല്ലാം എന്തുവായിരുന്നു? പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞ വശീകരണത്തിൻ്റെ വാക്കുകളായിരുന്നു, ശക്തിയുടെ പ്രദർശനങ്ങളായിരുന്നില്ല. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നു, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ സുവിശേഷം പ്രസംഗിക്കാൻ വന്നത് വശീകരണ വാക്കുകളെ കൊണ്ടല്ലായിരുന്നു, പകരം ശക്തിയുടെ പ്രദർശനങ്ങളായിട്ടായിരുന്നു ഞങ്ങളുടെ സുവിശേഷം. ജീവിതങ്ങൾക്ക് ഒരു മാനസാന്തരവും ഇല്ല, ഒരു രൂപാന്തരവും സംഭവിച്ചിട്ടില്ല. 18 വർഷമായിട്ടും ആരാധനയ്ക്ക് വരുന്നുണ്ട്, പക്ഷേ ജീവിതത്തിനൊരു മാറ്റം സംഭവിക്കുന്നില്ല. എന്താ കാരണം? ദൈവ സാന്നിധ്യത്തില്ല. ഞാനൊരു കാര്യം പറയാം, വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലാണ് നാം അറിയപ്പെടുന്നതെങ്കിൽ ദൈവം വാസ്തവമായി നിങ്ങളുടെ മധ്യേ ഉണ്ടെന്ന് അവർ നെടുമ്പാട് വീണ് കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ്, കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങളെല്ലാവരും പ്രവചിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാര്യമെന്നാ? നിങ്ങൾ പ്രവചിക്കുമ്പോൾ ജീവിതങ്ങൾ വിവേചിക്കപ്പെടും. ജീവിതങ്ങൾ വിവേചിക്കപ്പെടുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലാകും, ലോകത്തിലൊരു മനുഷ്യർക്കും വെളിപ്പെടുത്താനാകാത്ത ഒരു വിഷയമാണ് ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ദൈവം വാസ്തവമായി ഇവരുടെ മധ്യേ ഉണ്ട്. ദൈവ സാന്നിധ്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയോ?
ദൈവശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയാതെ പോകുന്നുണ്ടോ? ദൈവത്തിൻ്റെ അത്ഭുതങ്ങളൊന്നും നമ്മുടെ കണ്ണിന് മുമ്പ് കാണാതായോ? അതിൻ്റെ അർത്ഥം ദൈവസാന്നിധ്യം നമ്മെ വിട്ടുപോയെന്നാണ്. അടുത്തത്, ദൈവസാന്നിധ്യം വിട്ടുപോയി എന്നുള്ളതിൻ്റെ അടുത്ത ലക്ഷണം എന്നാണെന്നറിയാമോ? ദൈവ സ്വഭാവം നമ്മളിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല? ഉടലെടുക്കുന്നില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിലുണ്ടെങ്കിൽ നമ്മളിൽ ദൈവ സ്വഭാവം എന്ത് ചെയ്യാൻ പോകും? ഉടലെടുക്കും. ദൈവ സാന്നിധ്യം നമ്മളിൽ ഇല്ലെങ്കിലോ ജഡത്തിൻ്റെ പ്രവൃത്തികളായി ഇപ്പോൾ നമ്മളിൽ എന്ത് ചെയ്യുന്നത്? ഉടലെടുക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളോ ഫലങ്ങളോ അല്ല നമ്മുടെ ജീവിതത്തിൽ വരുന്നത്, ജഡത്തിൻ്റെ ക്രിയകൾ. കോപത്തിന് വല്ല വ്യത്യാസവും വന്നോ? അസൂയയ്ക്ക് വല്ല വ്യത്യാസവും വന്നോ? ഈർഷ്യയ്ക്ക്, പരദൂഷണം പറച്ചിലിന്, യേശുവിനെ പോലെ ആയിത്തീരണമെന്നുള്ള ആഗ്രഹത്തോടാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിലും ദൈവ സ്വഭാവം നമ്മളിൽ വരുന്നില്ലെങ്കിൽ നമ്മളിൽ ദൈവ സാന്നിധ്യം വസിക്കുന്നില്ലെന്നർത്ഥം. ചൂടിൻ്റെ അടുത്ത് ഇരിക്കുന്നൊരു വസ്തുവിന് കുറെ കഴിയുമ്പോൾ എന്തെന്നറിയാം? ആ വസ്തുവിലും ചൂടുണ്ടായിരിക്കും. നമ്മൾ ദൈവത്തോടടുത്ത് ജീവിക്കുന്നവരാണെങ്കിൽ, ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ, വെളിച്ചത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ, ദൈവ സാന്നിധ്യം നമ്മുടെ സഭയ്ക്കകത്തുണ്ടെങ്കിൽ, എന്നിലുണ്ടെങ്കിൽ, ആ ദൈവ സാന്നിധ്യം എന്നിൽ ദൈവ സ്വഭാവം ഉളവാക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നാം അവൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ദൈവ സ്വഭാവത്തോട് എത്രത്തോളം അനുരൂപപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്? നാളുകൾ കഴിയും തോറും, ആത്മീയ ജീവിതത്തിൽ തഴക്കവും പഴക്കവും വരും തോറും നമ്മൾ കുറേ കൂടെ മൊശടന്മാരായിട്ട് മാറുകയല്ലയോ ചെയ്യുന്നേ? കുറേ കൂടെ മർക്കടന്മാരായിട്ട് മാറുകയല്ലേ ചെയ്യുന്നത്? വേദപുസ്തക ഭാഷ ഞാൻ കടമെടുക്കാം, ജഡീകരായിട്ടല്ലേ നമ്മൾ മാറുന്നത്? പ്രാകൃതരായിട്ടല്ലേ നമ്മൾ മാറുന്നത്? അതിൻ്റെ അർത്ഥം ദൈവ തേജസ്, ദ ഗ്ലോറി ഹാസ് ഡിപ്പാർട്ടഡ് ഫ്രം us. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ നിന്ന് വിട്ടുപോയി എന്നുള്ളതാണ്. ദൈവ സാന്നിധ്യം വിട്ടുപോയി എന്നുള്ളതിന് അടുത്ത തെളിവ്, ഇന്ന് സഭയ്ക്കകത്ത് എന്തില്ല? there is no word. വചനം പ്രസംഗിക്കുന്നില്ല. മനുഷ്യനെ രസിപ്പിക്കുന്ന കർണരസകമാറുള്ള പ്രസംഗം മനുഷ്യർക്ക് ഇപ്പോൾ ഇഷ്ടം. they don't like word. അവർക്ക് വചനം വേണ്ട. അവർക്ക് ആവശ്യം എന്നാണെന്നറിയാമോ? മോട്ടിവേഷണൽ മെസ്സേജസാണ്. എന്ന് പറഞ്ഞാൽ പ്രചോദനം കൊടുക്കുന്ന, ആവേശം നൽകി കൊടുക്കുന്ന. അതിന് പാസ്റ്റർ വേണമെന്നില്ല, മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് വേറെ ഒത്തിരി ഉണ്ട്. അവർക്ക് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്, ദൈവിക പ്രമാണത്തെക്കുറിച്ച് ഒന്നും കേൾക്കുന്ന പ്രസംഗം അവർക്ക് ഇഷ്ടമല്ല. ദാറ്റ് വൂണ്ട്സ്. അതവരെ വേദനിപ്പിക്കുന്നു, മുറിവേൽപ്പിക്കുന്നു. അവർക്ക് ആവശ്യം എന്നാണെന്നറിയാമോ? എൻജോയ് യുവർ ലൈഫ്. ഞാൻ വളരെ ബഹുമാനിച്ചിരുന്ന ഒരു വിദേശ രാജ്യത്തിലൊരു മിനിസ്ട്രി ഉണ്ടായിരുന്നു. ലൈഫ് ഇൻ വേർഡ് എന്നായിരുന്നു അവരുടെ ആദ്യത്തെ പേര്. എന്ന് പറഞ്ഞാൽ വചനത്തിലെ ജീവൻ. ചില നാളുകൾക്ക് മുമ്പ് ഒരു പേര് മാറ്റി, എൻജോയ് യുവർ ലൈഫ് എന്നാക്കി. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ എന്ത് ചെയ്യുക? ആസ്വദിക്കുക. അവരൊരു മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് മാറിയിരിക്കുക ഇപ്പം. ഹൗ ടു ഹാൻഡിൽ യുവർ ഡിപ്രഷൻ, how to handle this, how to handle that, how to handle this, how you can be a better husband, how you can be a better wife. നിനക്കൊരു നല്ല ഭർത്താവായിട്ട് എങ്ങനെ ഇരിക്കാം, നല്ല ഭാര്യയായിട്ട് എങ്ങനെ ഇരിക്കാം, ഡിപ്രഷനെ എങ്ങനെ അതിജീവിക്കാം, പാപത്തെ എങ്ങനെ ജയിക്കാം എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഒരു ദൈവ പൈതലായിട്ട് എങ്ങനെ ജീവിക്കാമെന്നല്ല പറയുന്നത്. ലൈഫ് ഇൻ ദ വേർഡ് ഹാസ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. വചനത്തിലെ ജീവൻ എന്നുള്ള അവരുടെ മിനിസ്ട്രിയുടെ പേര് തന്നെ അവർ മാറ്റിയിട്ട് എൻജോയ് യുവർ ലൈഫ്. എന്താ കാരണം? ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മഹത്വം അവരെ എന്ത് ചെയ്തു? വിട്ടുപോയി. ഞാൻ ചോദിക്കട്ടെ, ഏത് രീതിയിലുള്ള പ്രസംഗമാണ് നിങ്ങൾക്ക് ഇഷ്ടം? നിങ്ങളെ വിശുദ്ധിയിലേക്ക്, ദൈവ സ്വഭാവത്തിലേക്ക്, ദൈവകൃപയിലേക്ക്, കുറെ കൂടെ ഒരു പ്രാർത്ഥന മനുഷ്യനാക്കുന്ന, കുറെ കൂടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയുക്തമാകുന്ന, കുറെ കൂടെ ദൈവഹിത പ്രകാരം ജീവിക്കുന്ന,
അവൻ എന്നെ തൂക്കി നോക്കുമ്പോൾ കുറവില്ലാത്തവനായി എന്നെ കാണുന്ന ഒരു ജീവിതം നയിക്കുന്ന, അതിലേക്ക് എന്നെ നടത്തുന്ന, അതിലേക്ക് എന്നെ ആനയിക്കുന്ന പ്രസംഗമാണോ എനിക്കിഷ്ടം? അതോ കുറെ ചിരിക്കാനും രസിക്കാനും പറ്റിയ പ്രസംഗമാണോ? When the glory departs, മഹത്വം സഭയിൽ നിന്ന് പോകുമ്പോൾ, ദൈവ സാന്നിധ്യം സഭയിൽ നിന്ന് പോകുമ്പോൾ, there is no word in the church. സഭയിൽ വചനം ഇല്ല. ഇപ്പം നമ്മെ തന്നെ വിലയിരുത്തേണ്ട സമയം. എൻ്റെ ചർച്ചിന് ഞാൻ പാസ്റ്ററായിരിക്കുന്ന സഭയെ വിലയിരുത്തിക്കൊണ്ടാണ് ഞാനിതെല്ലാം പറയുന്നത്. വചനത്തിന് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടോ? അടുത്തത്, ദൈവ സാന്നിധ്യം പോയി കഴിഞ്ഞാൽ the people are no more spiritual, they are worldly. അവർ പിന്നെ ആത്മീയരല്ല, അവർക്ക് പിന്നെ എന്താ, ഈ ലോകക്കാരാ. അവർക്ക് 4 പേർക്ക് കൂടിയാ പറയാനുള്ളത് ഷെയർ മാർക്കറ്റിൻ്റെ വിലയാ. അവർ 2 പേര് കൂടിക്കഴിഞ്ഞാൽ പറയാനുള്ളത് ക്രിപ്റ്റോ കറൻസിയുടെ ഇപ്പോഴത്തെ റേറ്റാണ്. അവർക്ക് 4 പേര് കൂടെ കൂടിയാൽ പറയാനുള്ളത് ദൈവത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ചല്ല, ദൈവികവും ആത്മീയവുമായിരിക്കുന്ന ഒന്നല്ല, ലൗകികമായത് മാത്രം. എന്താ കാരണം? ദൈവ സാന്നിധ്യം സഭയിൽ നിന്ന് പോയി. ദൈവ സാന്നിധ്യം സഭയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്നാ? നിങ്ങളുടെ ഇരുട്ട് എത്ര കഠിനമാണെന്നാണ് പറഞ്ഞത്. നിങ്ങളിലുള്ള വെളിച്ചം ഇരുട്ടായി കഴിഞ്ഞാൽ ആ ഇരുട്ട് എത്ര വലുത്. അപ്പൊ ലോകമനുഷ്യൻ പോലും ചെയ്യാത്ത ഇരുട്ടിന്റെ പ്രവർത്തികൾ പിന്നെ ആരിൽ നിന്ന് വരും? വെളിച്ചം നഷ്ടപ്പെട്ട ഒരു വിശ്വാസത്തിൽ നിന്ന് വരും. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ലോകമനുഷ്യൻ പോലും അങ്ങനെ കാണിക്കത്തില്ല. പക്ഷെ ദൈവകൃപയിൽ നിന്ന് വീണുപോയ, ദൈവിക വെളിച്ചം നഷ്ടപ്പെട്ട ഒരു വിശ്വാസിയിൽ നിന്ന് ലോകമനുഷ്യൻ പോലും ചെയ്യാത്ത നീച പ്രവർത്തികൾ ഇവൻ ചെയ്യും. കാര്യം എന്നാണെന്നറിയാമോ? ദൈവ തേജസ് അവനിൽ നിന്ന് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെ വല്ലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം ദൈവ സാന്നിധ്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന. അടുത്തത്, ദൈവ സാന്നിധ്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആരാധന കേവലം അധരചർവണമായിട്ട് മാറും, ഹൃദയത്തിൽ നിന്നുള്ളതായിരിക്കത്തില്ല. ആരാധനയുണ്ട് അപ്പോഴും. കർത്താവ് പറഞ്ഞല്ലോ, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, പക്ഷേ അവരുടെ ഹൃദയമോ ബഹുകാലം ദൂരത്ത് എന്നിൽ നിന്ന് എത്രയോ അകലെയാ. എന്താ കാരണം? ദ പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം അവരിൽ നിന്ന് എന്ത് ചെയ്തു? വിട്ടുപോയി. നമ്മുടെ ആരാധന സത്യത്തിലും ആത്മാവിലും തന്നെ ആയിരുന്നു? ദൈവത്തിന് പ്രസാദമുള്ളൊരു ആരാധനയായിരുന്നോ? അതോ കേവലം ഒരു അധരചർവണത്തിന് വേണ്ടി? ഞായറാഴ്ചയല്ലേ എവിടെങ്കിലും പോണ്ടേ ഇന്ന്, ആ ഒരു തോടുകൂടെ വന്നതാണോ? അതോ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ, ദൈവമേ എൻ്റെ ആത്മാവ് നിൻ്റെ അടുക്കൽ ചെല്ലാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ഐ റിയലി തേഴ്സ്റ്റ്, ഇതൊന്ന് കഴിഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് പോകാമായിരുന്നല്ലോ എന്നുള്ള ചിന്തയോടാണോ ഇവിടെ ഇരിക്കുന്നത്? അതോ നിന്റെ മന്ദിരത്തിൽ സദാകാലവും പാർക്കേണ്ടതിന് തന്നെ? ആരാധന എന്തായി മാറി? ഒരു അധരചർവണമായിട്ട് മാറി, ഒരു റിച്വലായിട്ട് മാറി. വന്നു 2 പേര് പാടി, അല്ലെങ്കിൽ 2 പാട്ട് പാടി, 2 പേര് പ്രാർത്ഥിച്ചു, ഒരു സങ്കീർത്തനം വായിച്ചു, ഒരാൾ പ്രബോധിപ്പിച്ചു, സ്തോത്ര കാഴ്ചയെടുത്തു, പാസ്റ്റർ എന്തൊക്കെയോ പറഞ്ഞു, പോയി എന്നല്ലാതെ ഒരു നോർമൽ റുട്ടീനായിട്ടുള്ള ഒരു പതിവ് പോലെ ചടങ്ങാരാധനയായിട്ട് മാറിയോ? അതോ ഡിഡ് യു റിയലി ഫീൽ ദ പ്രസൻസ് ഓഫ് ഗാഡ്? ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു, ദൈവം ഇന്ന് എന്നോട് സംസാരിച്ചു, എൻ്റെ ജീവിതത്തിൽ എവിടേക്കോ എനിക്ക് മുറിവ് പറ്റി, എവിടേക്കോ ദൈവം എന്നോട് സംസാരിച്ചു, എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ എന്തൊക്കെയോ ദൈവം എനിക്കിന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ആയാൽ പോരാ,
എനിക്ക് ദൈവ സാന്നിധ്യം മടക്കി കിട്ടിയ, എനിക്ക് ദൈവ സാന്നിധ്യം തിരികെ പ്രാപിക്കുന്ന ഒരു ദൈവ പൈതലായിട്ട് എനിക്ക് ജീവിക്കണം എന്നൊരു ആശ നിങ്ങളിൽ ഇത് കഴിഞ്ഞു പോകുമ്പോൾ ഇല്ലെങ്കിൽ സംതിങ് ഈസ് റോങ്. അടുത്തത്, ദൈവ സാന്നിധ്യം നമ്മൾ നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കാൻ അടുത്ത കാര്യം, നമുക്ക് സെൽഫ് ഡിനയൽ ഉണ്ടോ? തന്നെത്താൻ ത്യജിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതോ സെൽഫ് ഗ്ലോറിഫിക്കേഷനാണോ? എനിക്കെൻ്റെ കാര്യം നോക്കാം. നമുക്ക് ആരാധന കഴിയുമ്പോൾ ഇറങ്ങുമ്പോൾ നോക്കാം, നമുക്ക് ശ്രദ്ധിക്കാം. എനിക്ക് ആദ്യം ഇറങ്ങണം എന്നുള്ള തിരക്കാന്നോ, അതോ മറ്റോ പോകട്ടെ എന്നൊന്ന് പറഞ്ഞെന്ന് അത് ഇവിടെ ഇന്ന് വേണമെങ്കിൽ കാണിക്കുമായിരിക്കും, വേഗം പൊക്കോളോട്ടോ. എനിക്ക് മറ്റുള്ളവനാണ്, അതായത് എന്നെ സ്വയം ത്യാഗം ചെയ്യാനായിട്ട് ദൈവ സാന്നിധ്യം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ, പൗലോസിന്റെ ഭാഷ പറയും, ക്രിസ്തു നമ്മളിൽ ഉരുവായി കഴിഞ്ഞാൽ, നമ്മളിൽ സെൽഫ് ഡിനയൽ, നമ്മുടെ സ്വാർത്ഥത നമ്മളിൽ നിന്ന് മാറി ക്രിസ്തു സ്വഭാവമുള്ളവരായി തീരും. ഇതിപ്പോ എന്നാ സ്വാർത്ഥതയാണ്. എല്ലാവരും എടുക്കുന്നതിന് ആദ്യം എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു, മറ്റവനെ ഇടിച്ചാലും ശരി ഇടിച്ചില്ലേലും ശരി, അല്ലെങ്കിൽ ആൾ പോയാലും ശരി പോയില്ലേലും. നോ, ദൈവ സാന്നിധ്യം നമ്മളിലുണ്ടെങ്കിൽ നമ്മളിൽ ആ സ്വാർത്ഥത ഒരിക്കലും ഉണ്ടായിരിക്കരുത്. അടുത്തത്, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മിനിസ്ട്രി വിൽ ബിക്കം എ ബിസിനസ്. ശുശ്രൂഷ എന്തായിട്ട് മാറും? വാണിജ്യ ചരക്കാവും. കാര്യം എന്നാ? ദൈവ സാന്നിധ്യം നിന്ന് നഷ്ടപ്പെട്ടു. എനിക്ക് വളരെ സഹതാപം തോന്നിയ ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട്. ചില പാട്ടൊക്കെ പാടണമെങ്കിൽ അമേരിക്കയിൽ അതിനെന്ത് ചെയ്യണം എന്നറിയാമോ? റോയൽറ്റി കൊടുക്കണം. 50 പേരുള്ള സഭയിലാണ് പാടുന്നതെന്ന് വെച്ചാൽ ആ പാട്ടിന് എന്ത് ചെയ്യണം എന്നറിയാമോ? റോയൽറ്റി അയച്ചു കൊടുക്കണം. അത് കൊടുത്താലേ ഡൗൺലോഡ് ചെയ്യാൻ സമ്മതിക്കത്തുള്ളൂ. നിന്റെ പാട്ടോ ദൈവം കരുണ തോന്നി നിനക്ക് തന്നത്, വാട്ട് റൈറ്റ് യു ഹാവ് ടു സെൽ ഇറ്റ്? എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. നെവർ മേക്ക് മിനിസ്ട്രി എ ബിസിനസ്. ദൈവം ചില വെളിപ്പാടുകൾ നിനക്ക് തന്നെങ്കിൽ, ചില ആശയങ്ങൾ നിനക്ക് തന്നെങ്കിൽ, ദൈവ സഭയ്ക്ക് കൊടുക്കാനായി ദൂത് ദൈവം നിന്നെ ഏൽപ്പിച്ചെങ്കിൽ, ഫ്രീലി യു റിസീവ്ഡ്, ഫ്രീലി യു ഗീവ്. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടോ പിന്നെ എങ്ങനെ ആളുകളെ പിടുങ്ങാം, ആളുകളിൽ നിന്ന് പൈസ ഉണ്ടാക്കാമെന്നുള്ളതാണ് പിന്നത്തെ. കാരണം മിനിസ്ട്രി ഹാസ് ബിക്കം എ ബിസിനസ്. വളരെ ദുഃഖത്തോടാണെങ്കിലും വളരെ വേദനയോടാണെങ്കിലും പറഞ്ഞേ പറ്റൂ ചിലതൊക്കെ. എവിടെയെങ്കിലും ഒരു സഭയ്ക്കകത്തൊരു വലിയ ഉണർവുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഉടനെ അതിനെക്കുറിച്ച് പുസ്തകമായി, വീഡിയോ ആയി, കാസറ്റായി, CD ആയി, എല്ലാമായി. ഇങ്ങനെ 7 സ്റ്റെപ്സ് റിവൈവൽ, ഉണർവിലേക്കുള്ള 7 വഴികൾ എന്നാൽ നീ നടത്ത്. ദൈവം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അതോടെ വളരെ ഉണർവും തീരും, എല്ലാം തീരും. The ministry has become a business. ഒരിക്കലും അതിവിടെ നടക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് കണ്ടുകൊണ്ടല്ലേ കർത്താവ് വളരെ വേദനയോട് പറഞ്ഞു, എൻ്റെ ആലയം, പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടേണ്ടത് ഇപ്പം ബിസിനസ് സെൻ്ററായിട്ട് മാറിയല്ലോ. എന്നോട് പലപ്പോഴും ദൈവദാസൻ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ 10 പുസ്തകം അവിടെ വെച്ചാൽ കാശ് നമുക്ക് വേണ്ടവർക്ക് വാങ്ങിക്കാം. ഞാൻ പറഞ്ഞു, നോ, ഇത് കൺവെൻഷൻ കാലത്ത് പോലും ബുക്ക് സ്റ്റോളുകൾ അനുഭവിക്കാത്തതിൻ്റെ കാരണം അതാ. ഐ ഡോണ്ട് വാണ്ട് ദിസ് ഷുഡ് ബി എ. ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുമോ? The ministry will become a business. And finally, അവസാനമായിട്ട്, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ there is no cross or suffering in your message. നിന്റെ പ്രസംഗത്തിനകത്ത് ക്രൂശിനോ കഷ്ടതയ്ക്കോ സ്ഥാനമുണ്ടായിരിക്കത്തില്ല. ഞാനിന്ന് പറഞ്ഞത് ഇതിനു വേണ്ടിയാ. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊരു സ്വയശോധന നടത്താൻ വേണ്ടിയാ. ഇതിലേതെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഇതിലേതെങ്കിലും എൻ്റെ സഭയ്ക്കകത്തുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം ദൈവ സാന്നിധ്യം ഇവിടെ നിന്ന് പടിയിറങ്ങിപ്പോയെന്ന അർത്ഥം. ഞാനൊരു കാര്യം പറയാം, കർത്താവിനെ ആരും ഉന്തിത്തള്ളി പുറത്താക്കിയതല്ല, അവൻ ഇറങ്ങിപ്പോയതാ. ദൈവ സാന്നിധ്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടോ എന്നൊരു ആത്മശോധന നടത്തിയിട്ട് ഇതെങ്ങനെ തിരികെ പ്രാപിക്കാമെന്നുള്ളത് നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം. കർത്താവ് ശരിയാ, എവിടേക്കോ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്, എവിടേക്കോ ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണമാണെന്ന് ഞാൻ അറിഞ്ഞില്ല.
എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ഞാനും അത് ചെയ്തു. എന്നേക്കാ വലിയ പേരുള്ളവർ, പെരുമയുള്ളവരൊക്കെ അത് പ്രവർത്തിക്കുന്ന കണ്ടുകൊണ്ട് ഞാനും അത് അങ്ങനെ അങ്ങ് പോയി ചെയ്തു പോയി. കർത്താവേ, ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവ് പറയുന്നു, നീ ഏതിൽ നിന്ന് വീണ്ടിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ചേർത്ത് കൊള്ളാൻ അവൻ തയ്യാറാണ്. കർത്താവേ, ജീവിതത്തിൻ്റെ എവിടേക്കോ നഷ്ടപ്പെട്ടു പോയി, എവിടേക്കോ നിൻ്റെ സാന്നിധ്യം ഇറങ്ങിപ്പോയത് ഞാൻ അറിഞ്ഞില്ല. ഐ തോട്ട് യു ആർ വിത്ത് മീ, നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇല്ല, എവിടേക്കോ എനിക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ദൈവസ്ഥലം ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ ഹൗ ക്യാൻ ഐ റീഗെയിൻ ഇറ്റ്, എനിക്കതെങ്ങനെ തിരികെ പ്രാപിക്കാം. ഈ ഒരാഴ്ച മുഴുവനും ഒരു ആത്മശോധനയോടുകൂടെ കർത്താവിനോട് പറ, കർത്താവേ, എനിക്കത് തിരികെ വേണം. അപ്പോസ്തല പ്രവൃത്തിയിൽ സഭയ്ക്കുള്ള മഹത്വം, നിൻ്റെ അപ്പോസ്തലന്മാർക്കുള്ള മഹത്വം. ഞാൻ ഈ മെസ്സേജ് തയ്യാറാക്കുന്നതിന് ഒരു പുസ്തകത്തിൻ്റെയും സഹായം ഞാൻ തേടിയിട്ടില്ല, ഒരു ഗൂഗിളും ഞാൻ തേടിയിട്ടില്ല. നിങ്ങൾ ഗൂഗിൾ നോക്കിയാൽ കിട്ടത്തുമില്ല. എൻ്റെ ദൈവം എന്നെ പഠിപ്പിച്ച, എൻ്റെ ദൈവം എന്നോട് സംസാരിച്ച കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിട്ടത്. കർത്താവേ, ഇതിൻ്റെ വെളിച്ചത്തിൽ എവിടേക്കോ എന്നിലൊരു മൂല്യശോഷണം സംഭവിച്ചിട്ടുണ്ട്. എവിടേക്കോ എന്നിൽ നിൻ്റെ സാന്നിധ്യം എന്നിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണമേ. ഐ വാണ്ട് ഇറ്റ് ബാക്ക്. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീനെന്ന് അവിടുത്തെ ദാസനിലൂടെ ഞങ്ങളോട് ആഹ്വാനം ചെയ്തതുപോലെ ഞങ്ങൾ ഇന്നും ദൈവ സാന്നിധ്യത്തിൽ തന്നെയാണോ ജീവിക്കുന്നത് എന്ന് ഒരാത്മശോധന ചെയ്യുവാൻ ഞങ്ങൾക്കിടയാക്കിയതിനായി സ്തോത്രം. ഞങ്ങളുടെ കുറവുകളെ കണ്ടുണർന്ന് ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വന്ന് ദൈവ തേജസ്സിന്റെ പങ്കാളികളായി, ദൈവ തേജസ് വഹിക്കുന്നവരായി ജീവിപ്പാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളേതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ കൃപ തരണമേ. കേൾക്കപ്പെട്ട വചനത്തിന് മുൻപാകെ അടിയനെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ജനഭവനങ്ങളിലേക്ക് കടന്നു പോകുന്നു, കൂടെ ഇരുന്ന് സഹായിച്ചാട്ടെ. കേൾക്കപ്പെട്ട വചനം അവരുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കർത്താവ് കാരണമാക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ. യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ.